അപ്പൊ ഇവിടെ അവനക്ക് എന്തറിയില്ല, ചൂസ് ചെയ്യാൻ അറിയില്ല. അവിടുന്ന് ഷോപ്പിൽ നിന്ന് ആൾക്കാർ സാറ് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ത് പറയുമ്പോൾ കോമ്പൗണ്ട് പറയുമ്പോൾ മേടിച്ച് വെക്കിട്ടുണ്ട്. ഇതെങ്ങനെ ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. അവനക്ക് എങ്ങനെ അടിച്ചാൽ ഇത് ക്ലിയർ ആക്കി കിട്ടിയാൽ മതി. ഒന്നും അറിയാത്ത ഒരാൾ അവന്റെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, സൂപ്പറാണ്. അവന്റെ മെഷീൻ പിടുത്തം, സ്പീഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്. പക്ഷെ ഒരു നോളജ് അല്ലെങ്കിൽ അറിയണ ഒരാൾ ആ വണ്ടി നെക്സ്റ്റ് പോളിഷ് ചെയ്യില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്തുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആണോ ബെസ്റ്റ് അതല്ല അറിവാണോ ബെസ്റ്റ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ രാജക്കാട് ഒരു കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് ഇവിടുന്ന് മെഷീന് പുതിയൊരു 5 HP മെഷീന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോയി. അപ്പോൾ എഞ്ചിനീയറിൻ്റെ കൂടെ ഞാനും പോയി. അന്ന് നമ്മൾ കുറേ സമയം വീട്ടിലിരുന്നിട്ട് പിന്നെ പുറത്ത് ചാടാൻ നോക്കില്ല. അങ്ങനെ അവിടെ പോയിട്ട് അവനവിടെ ഫിറ്റ്മെൻറ്റ് ചെയ്യണ സമയത്ത് ഞാൻ ഷോപ്പ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അത് ഓൾറെഡി റൺ ചെയ്യുന്ന ഷോപ്പാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓൾട്ടോ എടുക്കുന്നുണ്ട്. ഓൾട്ടോ പോളിഷ് ചെയ്യാൻ പോവാണ് അവിടുത്തെ ആ ഒരു സ്റ്റാഫ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അങ്ങോട്ട് പോയി ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ബോൾപാഡ് എടുത്ത് സാധാരണ അവന് എന്ത് ചെയ്ത് അടിക്കാൻ തുടങ്ങി. അവൻ ആദ്യം എടുത്ത് ഒരു പ്രൊഡക്റ്റ് എടുത്ത് അടിക്കാൻ തുടങ്ങി. ഓക്കെയാണ്, അവന് കണ്ടറിയാം, അവന് പ്രൊഫഷണലാണ്, ഓക്കെയാണ്, സെറ്റപ്പാണ്. അടി കണ്ടു കഴിഞ്ഞാലല്ലേ, സ്പീഡ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവനക്കറിയാം രണ്ടാമത്തെ സാധനം അടിക്കാൻ പോകുമ്പോൾ സെയിം പാഡൻ എടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് സെയിം പാഡൻ എടുത്ത് അവനെടുത്ത കോമ്പൗണ്ടിന്റെ കുപ്പി കണ്ടപ്പോൾ ഞാൻ ചോദിച്ച് ഇതെന്താ സംഭവം ചോദിച്ചു. ഇത് സെക്കൻഡ് അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞേ. ഓക്കെ, അതിന് അവന് വീണ്ടും എന്ത് ചെയ്ത് ഇതേ പാഡ് വെച്ചിട്ട് അടിക്കണം. തേർഡും അവന് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണത്, വേറൊരു കോമ്പൗണ്ട്സ് അകത്ത് പോയിട്ട് എടുത്തു തുറന്ന് അതാണ് ഇട്ടിട്ടാണ് ഏത് പാഡ് കൊണ്ട് അടിക്കുന്നത്, വീണ്ടും സെയിം പാഡ് കൊണ്ട് അടിക്കുന്നത്. ഞാൻ ചോദിച്ചവനോട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എനിക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ല. എവിടെ ഞാനിങ്ങനെ വലിയ വലിയ കമ്പനിയുടെ പേര് പറഞ്ഞു, ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല, അവിടെ നിന്നിരുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ. ഒന്നും അറിയാത്ത ഒരാൾ അവന്റെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, സൂപ്പറാണ്. അവന്റെ മെഷീൻ പിടുത്തം, സ്പീഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്. പക്ഷെ ഒരു നോളജ് അല്ലെങ്കിൽ അറിയണ ഒരാൾ ആ വണ്ടി നെക്സ്റ്റ് പോളിഷ് ചെയ്യില്ല. ക്ലിയർ അത്രയും പോയില്ലോ. പിന്നെ അവൻ ചെയ്ത സ്റ്റെപ്പ് ഒക്കെ പൊണ്ടത്തരാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ആദ്യത്തേതൊക്കെ രണ്ടാമത് അവൻ എടുത്തില്ലേ, രണ്ടാമത് അവൻ എടുത്തത് ഇതേ കമ്പനിയുടെ സീലന്റ്, ഏത് ഫൈനൽ ചെയ്യില്ല പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ സാധനം. മൂന്നാമതെടുത്ത് വേറൊരു കമ്പനിയുടെ ഹാർഡ് കട്ട്. മൂന്നാമത് ഏതായിട്ടുണ്ട് നമ്മള്, ഏതായിട്ടുണ്ട് മൂന്നാമത് ഗ്ലോസ്. അവനേതിട്ട് ഹാർഡ് കട്ട്. ആദ്യത്തേനെങ്ങാട്ടി കട്ട് കൂടുതലുള്ളത്. അവൻ ചെയ്തത് പോളിഷാണ്, ചെയ്ത സ്റ്റെപ്പ് കറക്റ്റ് ആണ്. അപ്പൊ എക്സ്പീരിയൻസ് ആണോ നല്ലത്, അറിവാണ് നല്ലത്? ഇതാണ് അറിയാത്തവര് വന്ന് കയറി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ ഇവിടെ അവനക്ക് എന്തറിയില്ല, ചൂസ് ചെയ്യാൻ അറിയില്ല. അവിടുന്ന് ഷോപ്പിൽ നിന്ന് ആൾക്കാർ സാറ് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ത് പറയുമ്പോൾ കോമ്പൗണ്ട് പറയുമ്പോൾ മേടിച്ച് വെക്കിട്ടുണ്ട്. ഇതെങ്ങനെ ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. അവനക്ക് എങ്ങനെ അടിച്ചാൽ ഇത് ക്ലിയർ ആക്കി കിട്ടിയാൽ മതി. എന്ത് സാധനത്തിൻ്റെ ഇട്ടിട്ട് തിരിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താവും, റിസൾട്ട് കിട്ടും. പക്ഷെ പല വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പാഡ് 3 സ്റ്റെപ്പിലാണ് അടിച്ച പാഡ് എന്താണ്, സെയിം പാഡ്. അത് ഓൾട്ടോമില് പുറത്ത് വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ എന്താണ് പോളിഷ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. പക്ഷെ ചെയ്ത സംഭവം എന്തല്ല, പ്രോപ്പറല്ല. ഇതാവും പലപ്പോഴും നമ്മളേലും സംഭവിക്കും അറിയുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് സംഭവിക്കാണ്ടിരിക്കുന്ന ആദ്യം അതാ ഞാൻ പറഞ്ഞു, ഈ 4 എണ്ണം കമ്പനിയുടെ ഒരേപോലെ വരും.